സ്പൈഡർ പ്ലാന്റും റിബൺ ഗ്ലാസ് പ്ലാന്റും കണ്ടാൽ ഒരുപോലെ തോന്നിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് റിബൺ ഗ്ലാസ് പ്ലാന്റാണ്. ഇതിന് അടിവശത്ത് നിന്നാണ് തൈകൾ വരുന്നത്. അതായത് ഒരു ഉള്ളി പോലെ അല്ലെങ്കിൽ കിഴങ്ങ് പോലത്തെ ഉണ്ടാകും, അതിൽ നിന്നാണ് തൈകൾ വരുന്നത്. അത് ആ കിഴങ്ങോട് കൂടി നട്ടു കൊടുത്താലേ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സ്പൈഡർ പ്ലാന്റിന് അടിവശത്തുനിന്ന് നമുക്ക് കിഴങ്ങുണ്ടാകും. ഒരു തണ്ടിങ്ങനെ നീണ്ട് വന്നിട്ട് അതിലൊക്കെ അങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ. വളർത്തുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കാണിക്കാൻ കാരണം ഞാൻ ആ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് കണ്ടില്ലേ, ഈ ഭാഗത്തുനിന്നൊരു തണ്ട് നീണ്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു 2-3 ദിവസം മുന്നേ ഞാൻ പെട്ടെന്ന് കണ്ടതാണ്. ഇവിടുന്ന് തണ്ട് നീണ്ട് വന്നിട്ട് ഇവിടെയൊക്കെ തൈകൾ കണ്ടില്ലേ. ഇതൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക പൊട്ടിയതൊക്കെ സ്പൈഡർ പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വലുതാവാനുണ്ട്, അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ സ്പൈഡർ പ്ലാന്റ്. അതുപോലെ നമുക്ക് ചുവട്ടിൽ നിന്നും തൈകൾ വരും കേട്ടോ. അപ്പോൾ രണ്ടും കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഒന്നാണെന്ന് തോന്നുന്ന പ്ലാന്റാണ്.